ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്നത് ബീഫ് ഫ്രൈ ആണ്. കൂടുതൽ മസാലകളൊന്നും ചേർക്കാത്തൊരു ബീഫ് ഫ്രൈ ആണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ സാധാരണ എല്ലാം ഒരുപാട് മസാലകളൊക്കെ ചേർത്തിട്ടുള്ള ബീഫ് ഫ്രൈ അല്ലേ തയ്യാറാക്കി കാണിക്കുന്നത്. അന്നേരം ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബീഫ്, കുറച്ച് നെയ്യുള്ളതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കുറച്ച് നെയ്യുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടൊരു വലിയൊരു സവാള ഒന്ന് ചേർത്ത് കൊടുക്കുക. ചെറിയ സവാളയാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി അടച്ചു വയ്ക്കുക. ഇനി നമ്മൾ വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എത്രത്തോളം വിസിലടുപ്പിക്കണം അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്ത് പോകാനും പാടില്ല. ഇനി വേറെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഒരു 1.5 പിടി ചെറിയ ഉള്ളി, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് കുറച്ചൊന്ന് വടി വരുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഒന്ന് ചേർത്തിളക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഈ ബീഫ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ ചില്ലി ഫ്ലേക്സാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള ചില്ലി ഫ്ലേക്സാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് ബീഫ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കാണും, അതൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കറുത്ത് വരുന്നിടം വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അടിയിലൊന്നും പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് കറുത്ത് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അന്നേരം കുറച്ച് നേരം സമയം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. അടിയിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്ന് ആ ഒരു പരുവല്ലേ. ഇതിന് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും എല്ലാമൊക്കെ ഒന്ന് നല്ല മുരിഞ്ഞ് കറിവേപ്പിലേക്ക് മുരിഞ്ഞ് വരുന്നതിൻ്റെ ടേസ്റ്റ് അപാരം തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.